യുവാവ് വഞ്ചിയെടുത്ത് പുഴയിലേക്ക് നീങ്ങുകയാണ്. ആ വഞ്ചിയെടുത്ത് പുഴയിലേക്ക് നീങ്ങുന്ന സമയത്ത് അങ്ങ് അകലെ നിന്ന് ഒരു യുവതി ഓടി വരുന്നു. ഞാനും കൂടെയുണ്ട്. ആ യുവാവിന്റെ കൂട്ടുകാരിയാണ്. വഞ്ചിയിൽ കയറി രണ്ടുപേരും തുഴഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൃത്യം ആരും ശബ്ദമെടുത്താലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ, അതുപോലെ നല്ല ഒഴുക്കുള്ള, അതുപോലെ ഈ പുഴയുടെ ഏറ്റവും മധ്യത്തിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ യുവാവ് യുവതിയോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് എന്റെ കവിളിൽ ഒരു ചുംബനം നൽകുമോ എന്ന്. എനിക്ക് എന്റെ കവിളിൽ ഒരു ചുംബനം നൽകുമോ എന്ന്. യുവതി ആകെ ഞെട്ടിപ്പോ. ഇതിനേക്കാളും ഭേദം കയറാതിരിക്കായിരുന്നു ദൈവമേ എന്ന് യുവതി ചിന്തിച്ചു പോയി. എന്തിനാണ് ഈ വഞ്ചിയിൽ കയറിയേ? ഇതിന് നമ്മൾ ചില അപകടങ്ങളിൽ ഓടിക്കേറുക എന്ന് പറയില്ലേ, ഇതുപോലെ ആ യുവതി ഓടിക്കേറിയതാണ് ഈ അപകടത്തിലേക്ക്. യുവാവ് പറഞ്ഞു, എനിക്ക് ചുംബനം നൽകിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നെ ഈ വെള്ളത്തിലേക്ക് തട്ടിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. സഹികെട്ട് ഈ യുവതി ഈ യുവാവിന് കവിളിൽ ചുംബനം നൽകുകയാണ്. അതിനുശേഷം അവർ തിരിച്ചുപോയി, യാത്രകൾ മുന്നോട്ട് പോയി. അവര് പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. അവര് കുടുംബങ്ങൾ പലതുമായി അങ്ങനെയൊക്കെ കടന്നുപോയ നിമിഷങ്ങൾ. ഒരു ദിവസം വീണ്ടും ഈ യുവാവ് നിൽക്കുന്ന സമയത്ത് ആകെ വൈകൃതമായ മുഖവും, അതുപോലെ മുഖത്ത് മുഴുവൻ പൊള്ളലേറ്റ ഒരു യുവതി ഈ യുവാവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഈ യുവാവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു നോട്ടം മാത്രമേ ആ യുവാവ് നോക്കിയുള്ളൂ. ഇത്രയും വൈകൃതമായിട്ട് അതുപോലെ പൊള്ളലേറ്റിട്ടുള്ള ഈ യുവതി ഞാനിങ്ങനെ ഓർക്കണേ എന്ന് ഈ യുവാവ് പറയുക. എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ യുവതി പറഞ്ഞു, അന്ന് പുഴയുടെ നടുവിൽ വെച്ച് എന്നോടൊരു ചുംബനം ചോദിച്ചില്ലേ, ആ യുവതിയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ആ യുവതി ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ യുവാവ് ഓർത്തെടുത്തു. ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് പതുക്കെ ഒഴുകാൻ തുടങ്ങി. ആ യുവതി നടന്നങ്ങോട്ട് അകലുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ യുവാവ് തന്റെ മനസ്സിൽ വന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ച് വീണ്ടും യുവതി അന്വേഷിച്ചിറങ്ങി. ഈ യുവതി അന്വേഷിച്ചിറങ്ങിയതിനു ശേഷം ഈ യുവതിയുടെ അടുത്ത് ചെന്ന് ഒന്ന് എല്ലാവരിൽ നിന്ന് അകലേക്ക് ഒന്ന് മാറ്റി നിർത്തി ഈ വൈകൃതമായ ആ മുഖത്ത് ഒന്നും പറയാതെ ഒരു ചുംബനം നൽകുകയാണ്. ഈ ചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് ചോദിക്കാത്തൊരു ഗിഫ്റ്റാണ്. ഞാൻ അന്ന് നീ ചോദിച്ചത് കൊണ്ട് നീ എനിക്കൊരു ഉമ്മ തന്നു. ഞാൻ ഇന്ന് ചോദിക്കാതെ നൽകുകയാണ്. എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആ വഞ്ചിയിൽ കയറിയതാണ്. ആ വഞ്ചിയിൽ കയറി ഞാൻ ഈ വഞ്ചി തുഴഞ്ഞ് എവിടെയെങ്കിലും ഇട്ട് ആത്മഹത്യക്ക് വേണ്ടി കയറിയതാ. ഞാൻ ആ ചോദ്യം ചോദിച്ചത് വേറെ ഒന്നിനുമല്ല, ഒരാളെങ്കിലും എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ ജീവിക്കാമെന്ന് എന്റെ മനസ്സിനോട് പറഞ്ഞിരുന്നു. ആ വഞ്ചിയിലിരുന്ന് ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാ, ഈ പെൺകുട്ടിയെങ്കിലും എന്നെ ഒന്ന് സ്നേഹിക്കുമെന്ന് ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിക്കാമെന്ന്. ഇന്ന് എന്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകിയത് അന്ന് നിന്റെ ഒരു ചുംബനമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകട്ടെ എന്റെ ഒരു ചുംബനം. കാരണം നിന്റെ മനസ്സിൽ ഇപ്പോൾ വേദനകളും അതുപോലെ സഹനങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നീ ജീവിക്കണമെന്നൊരു പ്രതീക്ഷ നൽകുകയാണ്. ഇന്ന് വിശുദ്ധ കുരിശ് നൽകുന്നത് തന്നെയാണ് ഈ പ്രതീക്ഷയുടെ വലിയൊരു പാഠമാണ്. ഏത് സഹനത്തിലും ഏത് വേദനയിലും നീ ജീവിക്കണം. ഇതുപോലെയൊക്കെ കടന്നുപോയതാണ് ഞാൻ. ഈ സഹന വഴികളില് നിനക്ക് കൂട്ടായിട്ട് തുണയായിട്ട് ഞാനുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ കുരിശ് നൽകുന്ന ഏറ്റവും വലിയ പാഠം. ജീവിതത്തിന്റെ സഹന വഴികളിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ആ സഹനത്തെ ദൈവഹിതമനുസരിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ യേശുവിന്റെ തിരുമുറിവിനെയാണ് ചുംബിക്കുന്നത്. ജീവിതത്തിന്റെ സഹന വഴികളിലൂടെ നീ കടന്നു പോകുമ്പോൾ ആ സഹനത്തെ ദൈവഹിതമനുസരിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ, പരാതിപ്പെടാതെ ഏറ്റെടുക്കുകയാണെങ്കിൽ യേശുവിന്റെ തിരുമുറിവിനെയാണ് നീ ചുംബിക്കുക എന്നുള്ളതാണ്.